بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره. فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله، وتلك حدود الله يبينها لقوم يعلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ വിവാഹബന്ധം ആരുമായെല്ലാം നിഷിദ്ധമാകും അതിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് നടപ്പിലുള്ള പല ആളുകൾക്കിടയിലും നടന്നുകൊണ്ടിരിക്കുന്ന ചില വിവാഹ സമ്പ്രദായങ്ങൾ ഇസ്ലാം അതിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത്, ഇതാണ് നമുക്ക് ഇന്ന് നമ്മുടെ അവസരത്തിലൂടെ വിശദീകരിക്കുവാനുള്ളത്. ഇസ്ലാമികമായ കാഴ്ചപ്പാടനുസരിച്ച് ഒരു സ്ത്രീയെ 3 പ്രാവശ്യമായി ഒരാൾ ത്വലാഖ് ചൊല്ലിയാൽ ആ സ്ത്രീ പിന്നെ ഈ ആദ്യ ഭർത്താവിന് അനുവദനീയമാകണമെങ്കിൽ, അഥവാ 4മതും അവളുമായി ജീവിതം പങ്കിടണമെങ്കിൽ അതിന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള പരിഹാരമാർഗങ്ങളുണ്ട്. ആ പരിഹാരമാർഗങ്ങളിൽ നിന്ന് സൂത്രത്തിൽ വഴിമാറിപ്പോയിക്കൊണ്ട് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ലാത്ത വിവാഹബന്ധങ്ങളിലേക്ക് പല ആളുകളും പ്രവേശിക്കാറുള്ള ഒരു ദുരന്തം നമ്മുടെയൊക്കെ നാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. അത് നമുക്കൊന്ന് വിശദീകരിച്ച് മനസ്സിലാക്കാനുമുണ്ട്. അതായത്, ഒരാൾ ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തിയാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അത്വലാഖു മർറത്താനി, ത്വലാഖ് 2 തവണയാണ് എന്ന്. അങ്ങനെ 2 തവണയും കഴിഞ്ഞ് ഒന്നുകിൽ അയാൾക്ക് അവളെ നല്ല നിലക്ക് അവളെ കൂടെ പൊറുപ്പിക്കാം, അതല്ലെങ്കിൽ അവളെ നല്ല നിലക്ക് പിരിച്ചുവിടാം.
രണ്ടവസരം ഒരാൾക്ക് കഴിഞ്ഞാൽ, അഥവാ ഒരാൾ ഒരു സ്ത്രീയുമായി ജീവിക്കുന്നു, സ്വാഭാവികമായും അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ത്വലാഖ് ചൊല്ലുന്നു. രണ്ടാമതും ഇവരെ വിവാഹം കഴിക്കുന്നു, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ത്വലാഖ് ചൊല്ലുന്നു. മൂന്നാമതും അവരെ വിവാഹം കഴിക്കുന്നു, പിന്നെയും ത്വലാഖ് ചൊല്ലുന്നു. അതാണ് 3 ത്വലാഖ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ. 3 പ്രാവശ്യമായി ത്വലാഖ് ചൊല്ലലാണ്. അത് ത്വലാഖ് സംബന്ധമായി തന്നെ വിശദമായി നമുക്ക് ഈ പഠന പരമ്പരയിൽ വരാനുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മനസ്സിലാകാൻ ആവശ്യമായ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ 3 തവണ ഒരു സ്ത്രീയെ ഒരാൾ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ, അത് ഇരുന്ന ഇരിപ്പിൽ നിന്നെ ഞാൻ 3 ചൊല്ലി എന്ന് പറയലല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് വേറെ വിഷയമാണ്, അത് പിന്നീട് വിശദീകരിക്കാനുണ്ട്. ഇസ്ലാമികമായി ഉദ്ദേശിക്കുന്നത് വിവാഹം കഴിച്ചു, അവർക്കിടയിൽ പ്രശ്നങ്ങളായി, പിരിഞ്ഞു, ത്വലാഖ് ചൊല്ലി, രണ്ടാമതും ജീവിതത്തിലേക്ക് മടങ്ങിയെടുത്തു, പിന്നെയും ത്വലാഖ് ചൊല്ലി, മൂന്നാമതും വിവാഹ ജീവിതത്തിലേക്ക് മടക്കിയെടുത്തു, പിന്നെയും ത്വലാഖ് ചൊല്ലി, ചാൻസ് അവസാനിച്ചു. അങ്ങനെ 3 പ്രാവശ്യമായി ഒരു സ്ത്രീയെ ഒരാൾ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, മൂന്നാമതും ഫൈൻ ത്വല്ലഖഹാ, മൂന്നാമത്തെ തവണ ഈ 2 തവണ പിരിച്ചുവിട്ട് മൂന്നാമതും തിരിച്ചെടുത്ത് വീണ്ടും ത്വലാഖ് അഥവാ മൂന്നാമത്തെ ചാൻസും അവസാനിച്ചു കഴിഞ്ഞാൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഫലാ തഹില്ലു ലഹു മിൻ ബഅദു, ഇനി ഈ പെണ്ണ് ഈ ആദ്യ ഭർത്താവിന് ഹലാലല്ല, അനുവദനീയമല്ല. മൂന്നാമത്തെ ത്വലാഖും നടന്നു കഴിഞ്ഞാൽ അനുവദനീയമല്ല. ഏതുവരെ? ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു, ഇവളെ ഇയാളല്ലാത്ത മറ്റൊരു ഭർത്താവ് വിവാഹം കഴിക്കുന്നത് വരെ. ഈ ആദ്യത്തെ ഭർത്താവിന് ഇനി 4ാമതും ഈ സ്ത്രീയെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കണമെങ്കിൽ ഇസ്ലാം പറയുന്ന കണ്ടീഷൻ, ഉപാധി എന്താണ്? ഈ പെണ്ണിനെ മറ്റൊരാൾ പുതിയാപ്പിള കല്യാണം കഴിക്കണം, മറ്റൊരാൾ ഈ പെണ്ണിനെ ഭാര്യയായി സ്വീകരിക്കണം. അങ്ങനെ അവർക്കിടയിൽ വിവാഹം നടന്നിട്ട് അവർ തന്നെ ഭാര്യാഭർത്താക്കളായി ജീവിച്ച് സ്വാഭാവികമായും അവർക്കിടയിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകാതെ ആയപ്പോൾ ഫഇൻ ത്വല്ലഖഹാ, അവളെ വീണ്ടും ഈ 2ാമത്തെ ഭർത്താവും ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ, ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഈ മേഖലയിലാണ് ചൂഷണം നടക്കുന്നത്. ഈ മേഖലയിലാണ് നമ്മുടെയൊക്കെ നാടുകളിൽ പലരും ഫത്വകൾ കൊടുക്കുന്നത്. നിഷിദ്ധമായ ബന്ധത്തിന് വേണ്ടി ഫത്വകൾ കൊടുക്കുന്നു. അത്തരം നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വേണ്ടി അനുകൂലമായി മഹല്ലുകൾ നിന്നുകൊടുക്കുന്നു, പണ്ഡിതന്മാര് നിന്നുകൊടുക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് നമ്മൾ മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയമാണ്. 3ാമതും ത്വലാഖ് ചൊല്ലപ്പെട്ട ഒരു പെണ്ണിനെ 3 പ്രാവശ്യം ജീവിച്ച ഈ ആദ്യ ഭർത്താവിന് മനസ്താപം വന്നിട്ട് അവളെ ഇനിയും മടക്കിയെടുക്കണമെങ്കിൽ ഇസ്ലാം പറയുന്നത് അങ്ങനെ പെട്ടെന്നാണ് മഹറും വലിയും സാക്ഷിയുമൊക്കെ ഉണ്ടായി, അതുകൊണ്ട് നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റൂല. അതിനുള്ള ഉപാധിയാണെന്ത്? ആ പെണ്ണ് മറ്റൊരാള് ഭർത്താവായി സ്വീകരിക്കുന്നത് വരെ, ആ പെണ്ണിനെ വേറൊരാള് ഭർത്താവായി വേറൊരാള് ആ പെണ്ണിനെ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കരുത്? അതാ വിഷയം. ഈ ആദ്യത്തവന് ഹലാലാക്കാൻ വേണ്ടിയായിരിക്കരുത്. ഈ ആദ്യത്തവന് ഹലാലാകണമെങ്കിൽ വേറൊന്നവളെ കല്യാണം കഴിക്കണമല്ലോ. അതിനുവേണ്ടി ഇവന് കൂട്ടിക്കൊടുക്കാനുള്ള പുതിയാപ്പിള ആയിരിക്കരുത്. മറിച്ച് ഇസ്ലാം പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഭർത്താവായിരിക്കണം. അഥവാ അയാൾക്ക് വേണ്ടി തന്നെ ഭാര്യയായി തെരഞ്ഞെടുത്ത പെണ്ണാവണം. എന്നിട്ടവര് ജീവിക്കുകയാണ്. അവര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ആ സ്ത്രീക്ക് ഈ 2ാമത്തെ ആളുമായിട്ടും ബന്ധം മുന്നോട്ട് പോകാൻ കഴിയാതെ അവർക്കിടയിൽ പ്രശ്നങ്ങളായി. അങ്ങനെ ഈ പുതിയാപ്പിളക്കും ഈ പെണ്ണുമായിട്ട് ഒത്തുപോകാതെ വന്നപ്പോ ഇയാൾക്ക് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി അല്ല ത്വലാഖ് ചൊല്ലുന്നത്, ഇയാളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ
ഫഇൻ തല്ലഖഹാ, ആ പെണ്ണിനെ അയാളും തലാഖ് ചൊല്ലിയാൽ ഫലാ ജുനാഹ അലൈഹിമാ, എങ്കിൽ ഈ ആദ്യ ഭർത്താവിനും ഈ പെണ്ണിനും കുറ്റമില്ല. അയ്യതറാജഅ, അവർക്ക് രണ്ടാൾക്കും ജീവിതത്തിലേക്ക് മടങ്ങി വരാം, അവർക്ക് മടക്കിയെടുക്കാം, അവർക്കൊന്നിച്ച് ജീവിക്കാം. എപ്പോൾ ഇൻ ലന്നാ അയ്യുഖീമാ ഹുദൂദല്ലാഹ്, അള്ളാഹുവിന്റെ അതിർത്തികളും നിയമങ്ങളുമൊക്കെ കാത്തു സൂക്ഷിച്ച് ജീവിക്കാം എന്നവർക്ക് ഉറപ്പുണ്ടെങ്കിൽ. ഇതൊരു കളിയായി സ്വീകരിക്കാൻ പറ്റൂല. നാലാമതും ഇനി ആ പെണ്ണിനോട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും, അള്ളാന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ആ അതിർത്തിയിലൊക്കെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ആദ്യ ഭർത്താവിന് ഈ പെണ്ണിനെ മടക്കിയെടുക്കാം. വതിൽക ഹുദൂദുല്ലാഹ്, ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച അതിർത്തികളും നിയമങ്ങളും അതിൻ്റെതായ പരിധികളുമാണ്. യുബയ്യിനുഹാ ലിഖൗമിൻ യഅലമൂൻ, അറിയുന്ന ജനതയ്ക്ക് വേണ്ടി അവനത് വിശദീകരിച്ചു തരികയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അതായത് 3 തവണ ത്വലാഖ് ചൊല്ലപ്പെട്ട ഒരു പെണ്ണ് 3 തവണ ത്വലാഖ് ചൊല്ലൽ ഏതാണ് എന്നത് വേറെ വിഷയമാണ്, അത് വേറെ മസ്അലയാണ്. 3 തവണ ചില ആളുകൾ പറയുന്നത് ഇരുന്ന ഇരിപ്പിൽ തന്നെ ഞാൻ നിന്നെ 3 ത്വലാഖും ചൊല്ലി എന്ന് പറഞ്ഞാൽ 3ഉം പോയി എന്നാണ്. വേറൊരു വിഭാഗം പറയുന്നത് എന്താണ്, അല്ല, എത്ര തവണ നിന്നെ ഞാൻ ചൊല്ലി എന്ന് പറഞ്ഞാലും ഒന്നേ പോവുകയുള്ളൂ, പിന്നെയും തിരിച്ചെടുക്കാം, പിന്നെയും അങ്ങനെ 3 തവണയായി 3 പ്രാവശ്യമായി ത്വലാഖ് ചൊല്ലിയാലേ 3 ത്വലാഖ് പോയി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അത് പണ്ഡിത ലോകത്തുള്ളൊരു ചർച്ചയാണ്, അത് അവിടേക്ക് ഞാൻ ഇപ്പൊ പ്രവേശിക്കുന്നില്ല. എന്തായിരുന്നാലും ഈ 2 വിഭാഗവും പറയുന്ന ഇസ്ലാമിന്റെ നിയമം എന്താണ്? 3 ത്വലാഖ് ചൊല്ലപ്പെട്ട ഒരു പെണ്ണിനെ ആദ്യ ഭർത്താവിന് ഇനി ഹലാലല്ല. ഏതുവരെ? ഈ പെണ്ണിനെ മറ്റൊരാൾ എന്ത് ചെയ്യണം? കല്യാണം കഴിക്കണം. അതാർക്ക് വേണ്ടിയാവരുത്? ഇവന് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയാവരുത്. അയാളുടെ ഇഷ്ടപ്രകാരം അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ അവരിങ്ങനെ ജീവിച്ചു പോവുകയാണ്. കല്യാണം കഴിച്ചിട്ട് ഞാൻ ത്വലാഖ് ചൊല്ലിത്തരട്ടോ എന്ന് ആദ്യം കരാറ് പറയലല്ല. അവർ ജീവിക്കുകയാണ്. അവര് ജീവിക്കുമ്പോ പിന്നെയും പ്രശ്നങ്ങളായി, ഇയാളുമായിട്ട് ഒത്തുപോണില്ല, അയാളും ത്വലാഖ് ചൊല്ലി. അങ്ങനെ അയാൾ ത്വലാഖ് ചൊല്ലിയാൽ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആദ്യത്തെ പുതിയാപ്പിളക്ക് ഈ പെണ്ണിനെ എന്ത് ചെയ്യാം? വിവാഹം കഴിക്കാം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇതാണ് ഇസ്ലാം ഇതിൽ പഠിപ്പിച്ച നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അന്നംറഅത റിഫാഅത്തുൽ ഖുർദി എന്ന് പറയുന്നയാളുടെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് വരികയാണ്. റിഫാഅത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ സംഭവം പറയാണ്. റിഫാഅത്തിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന റിഫാഅ തല്ലഖനി ഫബത്ത തലാഖി, റിഫാഅത്ത് എന്നെ മോചിപ്പിച്ചിട്ടുണ്ട്, ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. ആ ത്വലാഖ് ബായിനായ അഥവാ പൂർണ്ണമായ നിലക്കും ചൊല്ലേണ്ടത് രൂപത്തിലുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അഥവാ ത്വലാഖിന്റെ പരിധി പൂർത്തിയായിട്ടുണ്ട്. 3 പ്രാവശ്യം ആയിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ റിഫാഅത്തിന് ശേഷം പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറുൽ ഖുർദിയെയാണ്. അദ്ദേഹത്തെ കല്യാണം കഴിച്ചു. പക്ഷേ ഇന്നമാ മഅഹു മിസ്ലുൽ ഹുദബതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വന്നിട്ട് അവര് പറഞ്ഞതിന്റെ ചുരുക്കം എന്താ വെച്ചാൽ, അവര് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പ്രയാസമുണ്ട്, കാരണം അദ്ദേഹത്തിന് ശേഷിയില്ല എന്നാ പറഞ്ഞത്. അതിനവർ പ്രയോഗിച്ചത് വസ്ത്രത്തിന്റെ തലപ്പ് പോലെയാണെന്നാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കാര്യം മനസ്സിലായി, എന്താ ഈ സ്ത്രീ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. അദ്ദേഹത്തിന് ലൈംഗിക ശേഷിയില്ല. അതിനവര് കൃത്യമായിട്ട് അതിന്റെ കാരണം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാഹിക്കൻ, താൻ റസൂലെ കേട്ടപ്പോ ഒന്ന് പുഞ്ചിരിച്ചു. പ്രശ്നം തന്നെയാണല്ലോ, രണ്ടാമത് കല്യാണം കഴിച്ച പുതിയാപ്പിളക്ക് ഇങ്ങനെ ഒരു പുതിയാപ്പിളയായി ജീവിക്കാനുള്ള ശേഷിയൊന്നുമില്ല, അതുകൊണ്ട് മുന്നോട്ട് പോവില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു പരാതി പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലഅല്ലക തുരീദീനി അൻ തർജിഇ ഇലാ റിഫാഅ, എന്റെ വർത്തമാനം കേട്ടിട്ട് നീ റിഫാഅയിലേക്ക് തന്നെ മടങ്ങിപ്പോണം എന്ന് ഉദ്ദേശിക്കുന്ന പോലെയുണ്ടല്ലോ. ആദ്യത്തെ ആളെ തന്നെ
അയാളുടെ കൂടെ തന്നെ പോകാനൊരു താല്പര്യം ഉള്ളതുപോലെ ഉണ്ടല്ലോ. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞില്ല, പറ്റൂലട്ടോ, പറ്റൂല. ഏതുവരെ? ഹത്താ യദൂഖ ഉസൈലതകി വതദൂഖി ഉസൈലതഹു. നിങ്ങൾക്കിടയിൽ ജീവിതം ആസ്വദിക്കുന്നത്, അയാളും അവളും തമ്മിൽ ജീവിതം ആസ്വദിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചയാളും നിങ്ങളുമായിട്ട് പരസ്പരം ശാരീരിക ബന്ധം ആസ്വാദനം നടക്കുന്നത് വരെ നിങ്ങൾക്കിനി അവരനുവദനീയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ വിവാഹം കഴിച്ചതുകൊണ്ടും കാര്യമില്ല, എന്തും നടക്കണം, ശാരീരികമായ ബന്ധവും നടക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിധിയും പറഞ്ഞു കൊടുക്കുന്നു. ആ നിലക്ക് ആണ് ഇപ്പൊ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുമ്പോ തന്നെ ആ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇവിടെ ഈ ആയത്തിന്റെയും ഹദീസിന്റെയും സംഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞു, ശരിയായ നിലക്കുള്ള വിവാഹം നടക്കണം. ആ വിവാഹം ഇയാൾക്ക് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആവണം. ഇയാൾക്ക് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ കല്യാണം കഴിക്കണം. ഭാര്യാഭർത്താക്കളായിട്ട് അവർ ജീവിക്കണം. എന്നിട്ട് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, പ്രശ്നങ്ങൾ കാരണമായിട്ട് സ്വാഭാവികമായും ഒത്തുപോകാതെ വന്നപ്പോ ത്വലാഖ് ചൊല്ലപ്പെടണം. ആ ത്വലാഖും കഴിഞ്ഞിട്ട്, ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനുള്ള ഇദ്ദുണ്ടല്ലോ, ഇന്ന് പെണ്ണിന് ത്വലാഖില്ല, നാളെ അവൾക്ക് വേറെ പുതിയാപ്പളുടെ കൂടെ പോകാൻ പാടില്ലല്ലോ, അതിനൊരു ഇദ്ദാ പീരീഡ് ഉണ്ടല്ലോ, ആ ദീക്ഷാകാലം എന്ന് പറയുന്ന കാലഘട്ടം. അതും കഴിഞ്ഞിട്ടാണ് ആദ്യ ഭർത്താവിന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇവളെ എന്ത് ചെയ്യാം? ഭാര്യയായി തെരഞ്ഞെടുക്കാം, വിവാഹം കഴിക്കാം. ഇസ്ലാമിന്റെ നിയമമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. എന്നാൽ ഈ നിയമത്തെ മറികടക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന ചില വേലകളും സൂത്രങ്ങളും ഉണ്ട്. ഇത് പണ്ട് കാലത്തുണ്ട്, ഇന്നും അത് തുടരുന്നുണ്ട്. സ്വകാര്യമായിട്ട് അതിന് പലരും കൂട്ടുനിൽക്കുന്നുണ്ട്. അതെന്താ? അതിനാണ് നിക്കാഹു തഹ്ലീൽ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ഞങ്ങളുടെയൊക്കെ ഏരിയകളിൽ ചടങ്ങ് കല്യാണം എന്ന് പറയും. നിങ്ങളുടെയൊക്കെ ഭാഗത്ത് എന്താ പറയാ എനിക്കറിയില്ല, ഓരോ ഭാഗത്ത് ഓരോ പേരായിരിക്കും. ഇത് ചടങ്ങ് കല്യാണം, നിക്കാഹു തഹ്ലീലാണ്. കുട്ടിക്കൊടുക്കാനുള്ള നിക്കാഹാണ്, ഹലാലാക്കാൻ, മറ്റോനെ ഹലാലാക്കാൻ വേണ്ടിയാ ഞാൻ കെട്ടുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ല. അതിനെന്ത് ചെയ്യും? അതിന് നാട്ടിലേതെങ്കിലും ചില പൊണ്ണന്മാരുണ്ടാവും, ചില വിഡ്ഢികള്. ആ സാധുക്കളോട് പറയും, ഈ ഒരീസൊരു പുതിയാപ്പിളാവണം, ഒരു ദിവസം നീ ഒരു പുതിയാപ്പിളാവണം. അതിനെന്താ? അതിന് നിനക്കൊരു 500, ഒരു 5000, ഒരു 10000. ഇപ്പൊക്കെ റേറ്റ്, പണ്ടൊക്കെ 500 റുപ്യൊക്കെ കൊടുക്കുക, അന്ന് വലിയ സംഖ്യയാണ്. അങ്ങനെ പറഞ്ഞ് ശട്ടം കെട്ടിയിട്ട് ഇവൻ പുതിയാപ്പിളയാവും. ഇവൻ പുതിയാപ്പിളയായിട്ട് ഈ പെണ്ണിനെ എന്ത് ചെയ്യും? ഇവൻ നിക്കാഹും കഴിക്കും. എന്നിട്ട് ഇവര് തമ്മിൽ കാണുക പോലുമില്ല, പിറ്റേന്ന് തലാക്കും ചെല്ലും. അപ്പൊ ഇയാൾക്ക് ഹലാലായാലോ? മറ്റേ ആൾക്ക് ഹലാലാക്കി കൊടുക്കണ ഈ പരിപാടി. ഇതിന് കാശ് വാങ്ങിയിട്ട് ഇതിനായിട്ട് നിന്നു കൊടുക്കുന്ന കുറെ പൊണ്ണന്മാരും വിഡ്ഢികളും എല്ലാ നാട്ടിലും കിട്ടും. വേറെ ചില ആളുകൾ ഇതിന്റെ ഇടയിൽ പടിവെപ്പിച്ച ആളുകളും ഉണ്ട് എന്ന് നമുക്കൊക്കെ ചരിത്രത്തിൽ നിന്ന്, നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് പിന്നെ അയാൾ തൊലാക്ക് ചൊല്ലിയില്ല. ഞാൻ കെട്ടിയ പെണ്ണിന് തൊലാക്ക് ചെല്ലാണ്, വിട്ടുതരൂല, അവര് ജീവിക്കുന്നുണ്ടെന്നും വെറുതെ പറയുന്നതല്ല. അങ്ങനെ നടത്തിയ വിളവന്മാരും ഉണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഇതിന് ചടങ്ങ് കല്യാണം എന്നാ പറയാം. കല്യാണാണോ? കല്യാണാണ്. ഇപ്പം പുതിയാപ്പിളയോ? പുതിയാപ്പിളയാണ്. നിക്കാഹൊക്കെ നടന്നോ? ശരിയാ. മഹറൊക്കെ കൊടുത്തോ? ശരിയാ. ഭാര്യയോ? ഭാര്യയും. പക്ഷെ തൊടൂല, കാണാനും കിട്ടൂല, ഒന്നും കിട്ടൂല. പിറ്റേന്ന് ഞാൻ മൊഴി ചൊല്ലിയെന്നും പറയും. അപ്പൊ എന്തായി? മറ്റേ ആൾക്ക് ഹലാലായി. ഇത് അള്ളാനെ പറ്റിക്കുന്ന ഈ സൂത്ര പരിപാടി യഹൂദികളുടെ സമ്പ്രദായ. യഹൂദികളൊരു നിയമം പറഞ്ഞപ്പോ നിയമത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഹീലത്ത് മസ്അലാണ് അതിന് ഫിഖ്ഹിൽ പറയാ, സൂത്രപ്പണി എടുക്കുക. പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാലോ, യഹൂദികൾ ശപിക്കപ്പെടാനുണ്ടായ ഒരു കാരണം എന്താ? ശാബത്ത് നാളിൽ മീൻ പിടിക്കാൻ പാടില്ല എന്ന് ഖുർആൻ അവരോട്, തൗറാത്ത് അവരോട് പറഞ്ഞു. ശനിയാഴ്ച ദിവസം മത്സ്യബന്ധനത്തിന് പോകരുത്, യഹൂദികൾക്കുള്ള നിയമമായിരുന്നു. അപ്പൊ യഹൂദികൾ എന്ത് ചെയ്തു? ശനിയാഴ്ചയാണ് നോക്ക്, വലിയ പരീക്ഷണമായിരുന്നു അതെ. കാരണം എന്താ? ഏറ്റവും കൂടുതൽ മത്സ്യം എരച്ചു കയറും ശനിയാഴ്ച, അന്ന് പിടിക്കാനും പാടില്ല. അവർക്കുള്ളൊരു പരീക്ഷണമായിരുന്നു റബ്ബ് കൊടുത്തത്. ആരൊക്കെ നിയമം പാലിക്കുന്നുണ്ട് അള്ള പരീക്ഷിക്കാനായിരുന്നു. അപ്പൊ യഹൂദികൾ ഒരു തന്ത്രം കണ്ടുപിടിച്ചു. അവര് പറഞ്ഞു, എന്നാ പിന്നെ ശനിയാഴ്ച പിടിക്കണ്ട, ശനിയാഴ്ച ചിറ കെട്ടിയിടും പോയിട്ട്. മീനുകൾ വന്നതൊക്കെ അവിടെ ഇങ്ങനെ തടഞ്ഞവിടെ ഇടും, അന്ന് പിടിക്കൂല, ഞായറാഴ്ച പോയിട്ടേ പിടിക്കുള്ളൂ. അപ്പൊ ഫലത്തിൽ എന്തായി? ശനിയാഴ്ച ഞങ്ങൾ പിടിച്ചിട്ടില്ല, ഞങ്ങൾ ശനിയാഴ്ച വളരെ ഉഷാറാണ്, നല്ല അച്ചടക്കത്തിൽ നിന്നിട്ടുണ്ട്, ഞായറാഴ്ചയെ പിടിച്ചോളൂ. അള്ളാനെ പറ്റിക്കുന്ന ഈ പരിപാടി ചെയ്തപ്പോ അവരെ അള്ളാഹു അത് നീചമായ നിലക്ക് തന്നെ അവർക്ക് ശിക്ഷയുണ്ടായി. അവർക്ക്
കൊരങ്ങന്മാരായിട്ട് കോലം മാറ്റുന്ന രൂപത്തിൽ ഒരു ജനത നശിപ്പിക്കപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അവരുടെ പാരമ്പര്യമാണ് ഈ നിയമത്തിൽ നിന്ന് പുറത്തു ചാടാൻ വേണ്ടിയിട്ട് സൂത്രപ്പണി ഒപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ പണ്ടുകൊണ്ട് പല ആളുകളും ഉണ്ട്. അങ്ങനെ ഇസ്ലാമികമായിട്ട് ഒരാൾക്ക് 40 ആടുണ്ടെങ്കിൽ ഒരു ആടിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുമ്പോ ഒരു കൊല്ലം തികയുന്ന സമയമാവുമ്പോ 2 ആടിനെ അറുത്ത് കളയും. 38 ആടല്ലേ ഉള്ളൂ, സക്കാത്ത് കൊടുക്കണ്ടല്ലോ. സക്കാത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി കുതിരിച്ചാടിയിരുന്ന ആളുകൾ പണ്ടുണ്ടായിരുന്നു. നമ്മൾ ആടൊന്നുമില്ലെങ്കിലും ഇന്നുണ്ട് ആ മസലക്കാര്. എന്താ സ്വർണത്തിന്റെ സക്കാത്ത് പറയുമ്പോ പറയുന്നത് അത് അപ്പുറത്തേക്കും ആ സമയത്താണ് വെക്കുക. അപ്പൊ 10 പോലല്ലോ, ഇനി കൊടുക്കണ്ട. അങ്ങനെ ഹീലത്ത് സൂത്രപ്പണി ഒപ്പിച്ചിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. ഇതേ പണിനെ ഇപ്പൊ ഇവിടെ നടത്തുന്നത്. ഇസ്ലാം പറഞ്ഞു ഇങ്ങനെ 3 തവണ ത്വലാഖ് ചൊല്ലപ്പെട്ട ഒരു പെണ്ണിനെ ആദ്യ ഭർത്താവിന് വിവാഹം കഴിക്കണമെങ്കിൽ ആ പെണ്ണിനെ മറ്റൊരാൾ കല്യാണം കഴിക്കണം. സ്വാഭാവിക കല്യാണം നടക്കണം, സ്വാഭാവിക ജീവിതം നടക്കണം, സ്വാഭാവികമായും അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് ത്വലാഖ് ചൊല്ലപ്പെടണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇവർക്ക് തിരിച്ചെടുക്കാൻ വകുപ്പുള്ളൂ എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ഈ പറഞ്ഞതൊക്കെ കൃത്രിമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പുതിയാപ്പിളനെ കണ്ടെത്തുന്നു, കൃത്രിമ പുതിയാപ്പിള. വിവാഹം നടക്കുന്നു, അയാളെ കൊണ്ട് ത്വലാഖ് ചൊല്ലിക്കുന്നു. ലൈംഗിക ബന്ധം നടന്നിട്ട് ത്വലാഖ് ചൊല്ലിക്കുന്നവരും അല്ലാത്തവരും അധികം ആൾക്കാരും തൊടാൻ സമ്മതിക്കൂല. വെറുതെ ഒരു പുതിയാപ്പിള, വെറുതെ ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളരെ ശാപത്തോടെയുള്ള കാര്യമായിട്ടാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു അൽ മുഹല്ലില വൽ മുഹല്ലല ലഹു. അല്ലാഹു ശപിച്ചിരിക്കുന്നു, അല്ലാഹു ശപിച്ചിരിക്കുന്നു ആരെ? അൽ മുഹല്ലിലായി കൂട്ടിക്കൊടുപ്പുകാരനെ. ഇങ്ങനെ ചടങ്ങ് നിൽക്കുന്ന പുതിയാപ്പിളയെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വൽ മുഹല്ലല ലഹു, ആർക്ക് വേണ്ടിയാണോ ഇയാള് പുതിയാപ്പിള ചമഞ്ഞതെങ്കിൽ അവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അള്ളാന്റെ ശാപം കിട്ടുന്ന പരിപാടിയാണ് ഈ സമ്പ്രദായം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനിയും നോക്കൂ, അവിടുന്ന് ഒരിക്കൽ ചോദിക്കുകയാണ് സഹാബിമാരോട്. പണ്ടേ ഇത് നിലവിലുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും, സഹാബിമാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ബിത്തൈസിൽ മുസ്താർ, ഇരവ് വാങ്ങിയ കൂറ്റനെ സംബന്ധിച്ച് പറഞ്ഞു തരട്ടെയോ? അള്ളാന്റെ റസൂൽ പ്രയോഗിച്ച വാക്ക് അങ്ങനെയാണ്, തൈസുൽ മുസ്തആർ. നമ്മുടെ നാട്ടിൽ വിത്തുകാളാന്ന് പറയില്ലേ, അതുപോലെ തന്നെ തൈസുൽ മുസ്തആർ, കടം വാങ്ങിയ കൂറ്റൻ. ഇവിടെ കടം വാങ്ങിയാണ് കൂറ്റന് കുറച്ചു നേരത്തേക്ക്, പിന്നെ ബന്ധമൊന്നുമില്ല. ആ നിലക്കുള്ള കടം വാങ്ങിയ, ഇരവ് വാങ്ങിയ, വായ്പ വാങ്ങിയ കൂറ്റനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ പറഞ്ഞാലും. ഖാല, അവിടുന്ന് പറഞ്ഞു, ഹുവൽ മുഹല്ലിലോ, അവനാണ് ചടങ്ങ് നിൽക്കുന്നവൻ, ചടങ്ങ് നിൽക്കുന്ന പുതിയാപ്പിളയാണവൻ. ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹു, അങ്ങനെ നിൽക്കുന്നവനെയും ആർക്ക് വേണ്ടിയാണോ നിൽക്കുന്നതെങ്കിൽ അവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. വ്യഭിചാരതുല്യമായ പാപമായിട്ടാണ് സഹാബത്ത് അത് കണ്ടത്. ആ ജീവിതം ഉണ്ടല്ലോ, അങ്ങനെ ഒരാൾ ജീവിച്ചാൽ, അങ്ങനെ ഒരുത്തരവന് കൂട്ടിക്കൊടുത്തു, വ്യഭിചാരതുല്യമായ ജീവിതമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജനങ്ങളോട് ഖുത്ബ നിർവഹിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ രൂപത്തിൽ ചടങ്ങ് നിൽക്കുന്നവനെയും ആർക്ക് വേണ്ടിയാണോ നിൽക്കുന്നതെങ്കിൽ അവനെങ്ങാനും എന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടാൽ ഇല്ലാ റജംതുഹുമാ, 2 ആളെയും ഞാൻ എറിഞ്ഞുകൊല്ലും. കണ്ടോ, 2 ആളെ എറിഞ്ഞുകൊല്ലും എന്നാ പറഞ്ഞത്. അത്ര ഗുരുതരമായ പാതകമായിട്ടാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കാണാം, ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനിതാ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവളുടെ ആദ്യ ഭർത്താവിനെ ഹലാലാക്കാൻ വേണ്ടിയാണ്. ലം യഅ്മുറുനി വലം യഅലം, ആദ്യ ഭർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടോ അയാൾ അറിഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെയാണെങ്കിൽ പറ്റുമോ? അയാൾ പറഞ്ഞിട്ടൊന്നുമല്ല, അയാളിനോട് ആഗ്രഹം, പക്ഷെ അയാള് സങ്കടം കണ്ടിട്ട് ഒന്ന് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പുതിയാപ്പിളായിട്ടുണ്ട്, അയാളിനോട് പറഞ്ഞിട്ടോ കൽപ്പിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറയണില്ല, ഇല്ല നിക്കാഹ റഗബ, പാടില്ല. നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരു പെണ്ണിനെ നാളെ തലാഖയല്ല, കുറച്ചേണ്ട് തലാഖയല്ല എന്ന് മോഹിച്ചിട്ടുള്ള തലാഖ് വിവാഹം പറ്റൂല. നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടുള്ള തലാഖല്ലാതെ ശരിയാവില്ല. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട്
നിനക്കവളെ ഇഷ്ടമാണെങ്കിൽ നീ അവളെ ഒന്നിച്ചു ജീവിക്കുക, അതല്ല നിനക്ക് വെറുപ്പാണെങ്കിൽ ഫാരിഖ്ഹാ, നീ അവളെ ഒഴിവാക്കുകയും ചെയ്യുക. അതല്ലാത്ത നിലക്ക് വേറൊരാൾക്ക് വേണ്ടി നീ വെറുപ്പഭിനയിച്ചിട്ട് തലാഖ് ചൊല്ലുന്ന പരിപാടി പറ്റില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഞങ്ങളത് വ്യഭിചാരമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നവർ വ്യഭിചാരികൾ തന്നെയാണ്. 20 കൊല്ലം അവര് ഭാര്യാഭർത്താക്കളായി കഴിഞ്ഞാലും ശരി, എത്ര കാലം കഴിഞ്ഞാലും വ്യഭിചാരാണ് എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഫത്വ കൊടുക്കുന്നത്. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഒരു സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. കല്യാണം കഴിക്കുന്നവന്റെ മനസ്സിൽ എന്താണ് നിയ്യത്ത്? അവളുടെ ആദ്യ ഭർത്താവിന് ഹലാലാക്കി കൊടുക്കാനാണ്, അതിനുവേണ്ടിയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ വലം തഅലമിൽ മർഅത്തു ബിദാലിക, ഈ പെണ്ണിനത് അറിയൊന്നുമില്ല. ഇയാൾ എന്നെ കല്യാണം കഴിക്കുന്നത് എന്റെ ആദ്യത്തെ പുതിയാപ്പിളക്ക് ഹലാലാക്കി കൊടുക്കാനാണെന്ന് പെണ്ണിന് പോലും അറിയില്ല. അങ്ങനെ ഒരാൾ വിവാഹം കഴിച്ചാൽ പോലും ഹുവ മുഹല്ലിലുൻ, അവൻ ഈ ചടങ്ങ് നിൽക്കുന്നവനാണ്, ഹലാലാക്കി കൊടുക്കുന്നവനാണ്. ആ ഉദ്ദേശത്തോടെയാണ് അവൻ കല്യാണം കഴിക്കുന്നതെങ്കിൽ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് ഫത്വ കൊടുക്കുകയാണ്, ഫഹുവ മൽഊൻ, അവൻ ശപിക്കപ്പെടേണ്ടവനാണ്, അവന് ശാപമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹു, ഇങ്ങനെ ചടങ്ങ് നിൽക്കുന്നവനെയും ആർക്ക് വേണ്ടി നിൽക്കുന്നുവോ അവരെയും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്രയും കടുത്ത ഏർപ്പാടിന് കൂട്ടുനിൽക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്ന, മഹല്ല് ഭരണാധികാരികൾ എന്ന് പറയുന്ന, മുത്തവല്ലിമാരെന്ന് പറയുന്ന, പ്രസിഡന്റ് സെക്രട്ടറിമാരെന്ന് പറയുന്ന പലരെയും നമ്മുടെയൊക്കെ നാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താ അറിയോ, ഈ മൂന്നും ചൊല്ലിയാലുള്ള ഇടങ്ങേറ് പെട്ടു, ഇനിയിപ്പോ എന്താ തിരിച്ചെടുക്കാൻ വകുപ്പൊന്നുമില്ല, പിന്നെ ഇങ്ങനെയൊക്കെ നടത്തലാണ് പതിവ്. അത് പാടില്ല. ഇസ്ലാം വളരെ ഗുരുതരമായിട്ടാണ് അത് കണ്ടത്. അങ്ങനെ പ്രതിഫലം മോഹിച്ചിട്ട് അത് നിൽക്കുന്ന ഈ സമ്പ്രദായം. വേറെ ചില ആളുകൾ തന്ത്രം ചെയ്യൽ എന്താ അറിയോ, 3 തലാഖും ചൊല്ലിപ്പോയി, തിരിച്ചെടുക്കാനുള്ള വഴിയില്ല. അപ്പൊ 3 തലാഖും ചൊല്ലി എന്ന് പറഞ്ഞതിനെ എന്ത് ചെയ്യാ, പോയിട്ടില്ല എന്ന് ഫത്വ കൊടുക്കും. ഒന്നും പോയിട്ടില്ല എന്ന് ഫത്വ കൊടുക്കും. ഇതൊക്കെ വെറുതെ പറയണല്ലോ. നമ്മുടെയൊക്കെ നാട്ടില് കാശ് കൊടുത്താൽ കിട്ടാത്ത ഫത്വല്ലാന്നാ. അങ്ങനെ നിങ്ങൾക്ക് എന്താ വേണ്ടത്, അതിനനുസരിച്ച് ഫത്വ. ആ നിലക്ക് നമ്മുടെ നാട്ടിൽ നടന്ന 2 സംഭവങ്ങൾ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കണം. 1983 പെരിന്തൽമണ്ണക്കടുത്ത് അമ്മിനിക്കാട് എന്ന് പറയുന്ന മഹല്ലിൽ നടന്നു. 1997 പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള പട്ടിക്കാടിനപ്പുറമുള്ള പാണ്ടിക്കാട് എന്ന് പറയുന്ന മഹല്ലിൽ നടന്നു. എന്താ പ്രശ്നം എന്നറിയോ, ഒരാള് ദേഷ്യം പിടിച്ചൊരാളുടെ ഭാര്യനെ എന്നാൽ 3 തലാഖും പിരിച്ചു എന്ന് പറഞ്ഞു. 3 തലാഖും പിരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ 3 തലാഖും പോയി എന്ന് അവിടുത്തെ മഹല്ലിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. പക്ഷെ ഇവർക്ക് വീണ്ടും യോജിക്കണം. അപ്പൊ അതിന് വേറൊരാളെടുത്ത് പോയി എന്നാണ്. അങ്ങനെ കോളേജിൽ പോയി, പട്ടിക്കാട് കോളേജിൽ പോയി, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളായിട്ടൊക്കെ സമീപിച്ചപ്പോ ഫത്വ കിട്ടിയെന്നാണ്. എന്താണ്, ഈ തൊലാഖ് ചൊല്ലിയ ആളെ അവർ ഇന്റർവ്യൂ നടത്തി പോലും. ഉസ്താദ് ചോദിച്ചു പോലും, നിങ്ങളെന്താ പറഞ്ഞത്? അവൾ പറഞ്ഞു, ഞാൻ തൊലാഖ് നിന്നെ 3 പിരിച്ചു എന്നാ പറഞ്ഞത്. എന്നാ പിന്നെ പോയിട്ടില്ല. പിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളെ ബന്ധം സ്ട്രോങ് ആയിക്കാണ്. കാരണം കയറ് പിരിച്ചാ എന്താ പൊട്ടല, കയറിങ്ങനെ പിരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം, അത് കയറ് സ്ട്രോങ് ആവലല്ലേ. അതുകൊണ്ട് ഞാൻ 3 പിരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആയിക്കാണ്. അതുകൊണ്ട് 1 തലാഖും പോയിട്ടില്ല എന്ന് ഫത്വ മേടിച്ചു കൊണ്ടുവന്നു കേരളത്തിൽ. 1983 സമാനമായ സംഭവം 1997 നടന്നു. ഇത് ഞാൻ എന്റെ വകയായിട്ട് പറയുന്നതല്ല. ഇത് നമ്മുടെ നാട്ടിലുള്ള സുന്നി വിഭാഗത്തിന്റെ മുഖപത്രത്തിൽ എഴുതി വന്ന ലേഖനത്തിൽ നിന്ന് വളരെ കൃത്യമായി ഇന്നും ഞാൻ ആ ലേഖനം എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുണ്ട് ആ ലേഖനം. ഇത് നടന്ന മഹല്ലും തൊലാഖ് ചൊല്ലിയ ആചാര്യ പേരെടുക്കണ്ടാവുന്നു ഞാൻ സദസ്സിൽ പറയുന്നില്ല, മനസ്സിലാകാൻ വേണ്ടി മാത്രം 2 സ്ഥലം പറഞ്ഞു മാത്രം. ഒന്ന് 83 നടന്നു, ഒന്ന് 97 സമാനമായ സംഭവം നടന്നു. 2ഉം മലപ്പുറം ജില്ലയിൽ നടന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെ പിരിച്ചു എന്നാ അതുകൊണ്ട് മുറുകെ ചെയ്യുള്ളൂ, ബന്ധം ഒരിക്കലും ഒന്നും പോയിട്ടില്ല, നിങ്ങൾ ജീവിച്ചോളി എന്ന് പറഞ്ഞ ഫത്വ കൊടുത്തു. ഇങ്ങനെയൊക്കെ പല രൂപത്തിലുള്ള കാര്യങ്ങളും ഒരു സമൂഹത്തിൽ പല പേരിൽ പല ഫത്വകൾ സമൂഹത്തിൽ നിലനിൽക്കുമ്പോഴും ഇസ്ലാം എന്ന് പറയുന്നത് കളിക്കാനുള്ളതല്ല. തലാഖും നിക്കാഹും വിവാഹവും വിവാഹമോചനവും എന്നൊക്കെ പറയുന്നത് തമാശയല്ല. അതിങ്ങനെ തോന്നുമ്പോ ഇങ്ങനെ തമാശ പറയാനും തമാശ പറഞ്ഞിട്ട് ഇങ്ങനെ തോന്നുമ്പോ ഇങ്ങനെ ഓരോന്ന് ചെയ്യാനുള്ള ഏർപ്പാടല്ല അത്.
ഇത് വളരെ ഗുരുതരമാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, മൂന്നാമതും കഴിഞ്ഞ് നാലാമത് ഈ പെണ്ണിനെ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭർത്താവിനോട് വരെ ഇസ്ലാം എന്താ പറഞ്ഞത്? അള്ളാഹു നിശ്ചയിച്ച അതിർത്തികളെ ലംഘിക്കൂലാൻ അവർക്ക് ഉറപ്പുണ്ടെങ്കിലേ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാവൂ. അള്ളാഹ് നിശ്ചയിച്ച പരിധിയാണിതൊക്കെ, ഓർത്തോളണം, കളിക്കരുത്. വിവരമുള്ള ജനതയ്ക്ക് വേണ്ടി അള്ളാഹ് ഇതൊക്കെ വിവരിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ടൊരു സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളണം. തമാശയല്ല വിവാഹം, തമാശയല്ല ത്വലാഖ്. അങ്ങനെ കളിക്കാനുള്ള ഏർപ്പാടല്ല വിവാഹവും വിവാഹമോചനമൊന്നും. ഗൗരവത്തോടെ ഇസ്ലാം പഠിപ്പിച്ചു. അപ്പൊ നമ്മള് നിഷിദ്ധമായ വിവാഹങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതൊക്കെ വിവാഹങ്ങൾ പാടില്ല എന്ന് നമ്മൾ ആദ്യം പഠിക്കണമല്ലോ വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ മുമ്പ്. അപ്പൊ നിഷിദ്ധമായ വിവാഹ ബന്ധമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. എന്ത് ചടങ്ങ് നിൽക്കുക, വേറൊരാൾക്ക് ഹലാലാക്കി കൊടുക്കാൻ വേണ്ടി ഞാനൊരു താൽക്കാലിക പുതിയാപ്പള ചമഞ്ഞ് ഒരു വിവാഹം നടത്തി, പിന്നീട് അയാൾക്ക് ഹലാലാക്കാൻ വേണ്ടി ഞാൻ ആ പെണ്ണിനെ തലാഖും ചൊല്ലിയിട്ട് അങ്ങനെ ആ ഇദ്ദയും കഴിഞ്ഞിട്ട് അയാൾക്ക് കൂട്ടിക്കൊടുക്കുന്ന പരിപാടി ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം എവിടെ കേട്ടാലും ധൈര്യമായി പറഞ്ഞോളൂ, അത് ശാപഹേതുവായ പാപമാണ്, ഹറാമാണ്. ഒരിക്കലും ഇസ്ലാം അതിന് കൂട്ടുനിന്നിട്ടില്ല, കൂട്ടു നിൽക്കുകയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി സഹോദരന്മാരെ, മറ്റൊരു വിവാഹ രീതിയുണ്ട്. അത് നമ്മുടെ ഒന്നും നാടുകളിലുള്ള രീതിയല്ല, ഇതിന്റെ വേറൊരു പതിപ്പാണ്. അത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ ആർക്കും തർക്കമില്ല. എന്നാൽ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തുള്ള ഷിയാക്കളിൽ ഒരു വിഭാഗമാണ് അതിന്റെ ആളുകൾ. അഥവാ മുത്അ മാരേജ് എന്നറിയപ്പെടുന്ന വിവാഹം, സിവാജുൽ മുത്അ എന്ന അറബിയിൽ അതിനെ പറയും. എന്താണ് മുത്അത്ത് മാരേജ്? മുത്അ മാരേജ് എന്ന്, മുത്അ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ അൻ യതസവ്വജ റജുലുൽ മർഅ, ഒരാൾ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കലാണ്. ഇലാ അജലിൻ മുഅയ്യനിൻ, ഒരു നിശ്ചിത അവധി വരെ, ബിഖദരിൻ മഅലൂമിൻ മിനൽ മാൽ, ഒരു നിശ്ചിത മഹർ കൊടുത്തിട്ട്, ഒരു നിശ്ചിത പണം കൊടുത്തിട്ട് ഒരു പെണ്ണിനെ താൽക്കാലികമായിട്ട് ഒരാൾ വിവാഹം കഴിക്കുക. അത് ചിലപ്പോൾ ഒരു മണിക്കൂറിനാവാം, 2 മണിക്കൂറിന്, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക്, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക്, അല്ലെങ്കിൽ 2 ആഴ്ച, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ 6 മാസം, അല്ലെങ്കിൽ ഒരു കൊല്ലം. ഇങ്ങനെ അവധി നിശ്ചയിച്ചിട്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക. അങ്ങനെ കല്യാണം കഴിക്കും, മഹർ കൊടുക്കും. മഹർ കൊടുത്തു കഴിഞ്ഞ് ജീവിതം വരെ ആരംഭിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നിശ്ചയിച്ച ഡേറ്റൊക്കെ അവിടെ ആദ്യം ഫോറത്തിൽ എഴുതി ഒപ്പിടണം. ഇന്ന ഡേറ്റ് വരെ നീ എന്റെ ഭാര്യയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഡേറ്റ് കഴിഞ്ഞ ത്വലാഖൊന്നും ചൊല്ലണ്ട, ആ ഡേറ്റ് കഴിയുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി ഇയാള് ഈ പെണ്ണിന്റെ ഭർത്താവ് അല്ലാതായി മാറും, ഈ പെണ്ണ് ഇയാളുടെ ഭാര്യയും അല്ലാതായി മാറും. ത്വലാഖാണ് പോലെ, അങ്ങനെ ത്വലാഖ് ചൊല്ലിയിട്ടൊന്നും പറയണ്ട. അപ്പൊ ഈ ഒരു മാസത്തേക്ക് അങ്ങനെ വിവാഹം നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് ഷിയാക്കളിൽ റാഫിള എന്ന് പറയുന്ന കക്ഷി, ഷിയാക്കളിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിൽ സൈദിയ എന്ന് പറയുന്ന മിതവാദികളായ കക്ഷി, സുന്നികളെ പോലെ തന്നെ അവരും അത് ഹറാമാന്നാ പറയുന്നത്. അതേ അവസരത്തിൽ റാഫിളത്ത് വിഭാഗം ഇറാനിൽ ഇന്നും നിർബാധം ഇതിന്റെ ഓഫീസുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുത്അ മാരേജ് ഇറാനിൽ പോയാൽ ഇന്നും അതിന് സംവിധാനമാണ്. താൽക്കാലികമായിട്ട് കുറച്ചു കാലത്തേക്കോ, ഒരു ദിവസത്തിനോ, അല്ലെങ്കിൽ ഒരാഴ്ചക്കോ 2 ആഴ്ചത്തേക്കോ ശുദ്ധ വ്യഭിചാരം. പക്ഷേ അതിന് ദീനിന്റെ മേമ്പൊടി നൽകി വലിയൊരു പുണ്യകർമ്മമായിട്ടാണ് ഷിയാക്കൾ അതിനെ കാണുന്നത്. അങ്ങനെ അവരതിന് അനുവദിച്ചു കൊടുക്കുന്നു. ഇറാനിൽ അതിന്റെ ഓഫീസുകളുണ്ട്. ഇറാനിൽ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനവർക്കുള്ള നിയമങ്ങൾ, അതിന്റെ ഓരോ ഓഫീസുകളും, അതിന്റെ ഫോമും, ആ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ട ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട്. അങ്ങനെ അത് ഇസ്ലാം അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോഴും അത് അനുവദനീയമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സമൂഹം അത് ചെയ്യുന്നുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കാതെ പോകരുത്. ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടന്നുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു അറബ് സമൂഹം എന്ന ജാഹിലിയത്ത്. ഈ ക്ലാസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരം നിർബാധമായി നടന്നിരുന്ന ഒരു സമൂഹം, മദ്യം നിർബാധമായി കുടിച്ചിരുന്ന ഒരു സമൂഹം, അതുപോലെ തന്നെയുള്ള എല്ലാ തോന്നിവാസങ്ങളും ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ ഘട്ടം ഘട്ടമായി 3 ഘട്ടങ്ങളിലായിട്ടാണല്ലോ ഇസ്ലാം മദ്യം നിഷിദ്ധമാക്കിയത്. ഒറ്റയടിക്ക് മദ്യം ഹറാമാക്കിയതല്ല, 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇസ്ലാം മദ്യനിരോധനം ഏർപ്പെടുത്തിയത്. അതേപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഈ സമ്പ്രദായവും ഇസ്ലാം അനുവദിച്ചു കൊടുത്തിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, മദ്യം അനുവദിച്ച ആദ്യകാലത്ത് മദ്യം കുടിച്ചിരുന്നല്ലോ.
പിന്നെയാണ് നിഷിദ്ധമാക്കിയത് 3 ഘട്ടങ്ങളിലൂടെ. ഇതുപോലെ താൽക്കാലികമായ ഈ വിവാഹ സമ്പ്രദായം ആദ്യ കാലഘട്ടത്തിൽ സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു, ഇസ്ലാം അനുവദിച്ചു കൊടുത്തിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ചതാ വിരോധിച്ച വിരോധം മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നു. ഷിയാക്കളെ ഏറ്റവും ആദരിക്കുന്ന ആളിപ്പോ അലി റളിയല്ലാഹു അൻഹു ആണല്ലോ. പക്ഷെ ആ അലി റളിയല്ലാഹു അൻഹുവിനെ അലി റളിയല്ലാഹു അൻഹു എന്നല്ല അവര് പറയാ. നമ്മൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയുമ്പോൾ ഷിയാക്കള് അലിയുടെ എത്തിയ അവര് പറയും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയില്ല. അവരൊക്കെ ഭയങ്കര വെറുപ്പാണ്, ദേഷ്യമാണ്, അവരൊക്കെ വളരെ വൃത്തികെട്ട രൂപത്തിലാണ് പറയാ. അതേ അവസരത്തിൽ എത്രത്തോളം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നയാളുടെ മക്ബറ വരെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അയാൾ വലിയ വലിയാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നയാളുടെ മക്ബറ വരെ ഷിയാക്കൾ ബഹുമാനിച്ച് വളരെ പട്ടിട്ട് പൂജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഉമറിനെ കൊന്ന ആളല്ലേ, വലിയ പുണ്യകാള, വലിയ വലിയ എന്നുള്ള നിലക്ക്. അതാണ് അവർക്കുള്ള കാഴ്ചപ്പാട്. അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റി അവർ പറയുമ്പോൾ എന്താ പറയാ, അലിയുൻ അലൈഹിസ്സലാം എന്നാ പറയാ. അവരുടെ ബാങ്കുകളിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കഴിഞ്ഞാൽ പിന്നെന്താ പറയാ, അഷ്ഹദു അന്ന അലിയൻ വലിയുള്ളാഹ് എന്നൊക്കെ പറയാം. ആ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയണം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ നികാഹിൽ മുത്അത്ത് വിവാഹം അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. ഖൈബറിന്റെ നാളിൽ തന്നെ, ഖൈബർ യുദ്ധം നടക്കുന്ന കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചിട്ടുണ്ട്. പിന്നെയും നിർബന്ധിതമായി പല ഘട്ടങ്ങളിലും പിന്നെയും നടപ്പിലായപ്പോൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗൗരവത്തോടുകൂടെ തന്നെ ഖിയാമത്ത് നാൾ വരേക്കും അത് നിരോധിച്ചിട്ടുണ്ട്. വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് സ്ത്രീകളിൽ നിന്ന് താൽക്കാലികമായി നിങ്ങളുടെ ആവശ്യപൂർത്തീകരണത്തിന് ഉതകുന്ന നിലക്കുള്ള കാര്യം ആദ്യകാലത്തിതാ നിങ്ങൾക്ക് ഞാൻ അനുവദിച്ചു തന്നിരുന്നു. എന്നാൽ വഇന്നല്ലാഹ ഖദ് ഹറമ ദാലിക ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും ഇതാ അല്ലാഹു അത് നിഷിദ്ധമാക്കിയ വിവരം നിങ്ങളോട് ഇതാ പ്രഖ്യാപിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്നെ പാടെ വിരോധിച്ചതുപോലെ മദ്യം നിഷിദ്ധമാക്കിയതുപോലെ. ഒരു തുള്ളി മദ്യം കുടിക്കാൻ നമുക്ക് പാടില്ലല്ലോ. അന്ന് ആദ്യകാലത്ത് സഹാബികൾ കുടിച്ചിരുന്നില്ലേ, ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നില്ലേ? അന്ന് വിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ കൽപ്പന, രണ്ടാമത് പറഞ്ഞ എന്താ, വലാ തഖറബു സ്വലാത്ത വഅൻതും സുക്കാറ, നിങ്ങൾ കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പോകരുതെന്നാ പറഞ്ഞത്. ആരോടാ? മുസ്ലിമീങ്ങളോടാ. നിസ്കരിക്കാൻ പോകുന്നവരും അന്ന് കുടിച്ചിരുന്നു, പക്ഷെ അതൊക്കെ മദ്യം നിരോധിക്കുന്നതിന്റെ മുമ്പാണ്. അപ്പൊ അതേപോലെ ഈ കാര്യത്തിലും സുഹൃത്തുക്കളെ ഒരു ഇളവ്. ആദ്യ കാലഘട്ടത്തിൽ യുദ്ധത്തിനൊക്കെ ദീർഘകാലം വീട്ടിൽ നിന്ന് പോയി വീട്ടുകാരെ വിട്ട് ഭാര്യയെ വെടിഞ്ഞുകൊണ്ട് ഒരുപാട് കാലം ജീവിക്കുന്ന ആളുകൾക്കിടയിൽ അന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിരുന്നു. എന്നാൽ അവസാന കാലഘട്ടത്തിൽ ഘട്ടം ഘട്ടമായി പല ഘട്ടങ്ങളിലൂടെയായി ഇസ്ലാം അതെന്തു ചെയ്തു, എന്നേക്കുമായി നിരോധിച്ചുകൊണ്ടുള്ള ഓർഡർ പറഞ്ഞു. വഇന്നല്ലാഹ ഖദ് ഹറമ ദാലിക ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഇനി ആ ഏർപ്പാട് പാടില്ല, നിഷിദ്ധമാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും കൈകളിൽ ഇങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ അവർ വേഗം അത് ഒഴിവാക്കട്ടെ. അവർക്ക് കൊടുത്ത മഹറൊന്നും തിരിച്ചു വാങ്ങാനും പാടില്ല എന്ന് വളരെ ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രല്ല ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഈ രൂപത്തിൽ ആരെങ്കിലും ബന്ധം വെച്ചുകൊണ്ടിരിക്കുന്നവനെ എങ്ങാനും എന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ഞാൻ അവനിൽ ഹദ്ദ് നടപ്പാക്കും, അടി നടപ്പിലാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഈ കാര്യം മനസ്സിലാക്കിയ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. അപ്പൊ സഹോദരങ്ങളെ, ആ രൂപത്തിലുള്ള സമ്പ്രദായം അത് അനുവദിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. കാരണം ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീഹ് മുസ്ലിമിൽ ഒരു അധ്യായം തന്നെ നമുക്ക് കാണാം, ബാബു നിക്കാഹിൽ മുത്അ. മുത്അ വിവാഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയാണ്, അവിടെ കണ്ടോ, ഘട്ടം ഘട്ടമായിട്ട് ആദ്യം അനുവദിച്ചു കൊടുത്തു, പിന്നെ അത് ദുർബലപ്പെടുത്തി, വീണ്ടും ഒരു സാഹചര്യത്തിൽ അനുവദിച്ചു കൊടുത്തു, പിന്നീട് ദുർബലപ്പെടുത്തി. ആ ദുർബലപ്പെടുത്തി വഹി അവസാനിക്കുന്നതോടുകൂടി റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഇനി ആ നിയമത്തിൽ ഒരു മാറ്റം വരാത്ത നിലക്ക് വസ്തഖറ തഹരീമുഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും അതിൻ്റെതായ നിഷിദ്ധത സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരാൾക്കും അങ്ങനെ ഒരു താൽക്കാലിക വിവാഹം പാടില്ല. താൽക്കാലിക വിവാഹത്തിന്റെ വേറെ രൂപമാണല്ലോ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ചടങ്ങ് കല്യാണം. അപ്പൊ ഒരു രൂപത്തിലും അങ്ങനെ ഒരു താൽക്കാലിക വിവാഹം
പാടില്ല. പണ്ഡിതന്മാരൊക്കെ അത് കൃത്യമായി തന്നെ പറഞ്ഞു. ഇമാം ബഗവി റഹിമഹുല്ലാഹ് അവിടുത്തെ ശറഹ് സുന്നയിൽ രേഖപ്പെടുത്തി, ഇത്തഫഖൽ ഉലമാ വലാ തഹരീം നിക്കാഹിൽ മുത്അ. മുത്അ മാരേജ്, മുത്അ വിവാഹം നിഷിദ്ധമാണെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. വഹുവ കൽ ഇജ്മാഇ ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യകണ്ഠേനുള്ള അഭിപ്രായമാണത്. എന്നാൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിൽ ഇളവുണ്ടെന്ന് പറഞ്ഞതിന് അദ്ദേഹം പോലും ഈ നിയമത്തിന്റെ കർക്കശ സ്വഭാവം അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ ആ വിട്ടുവീഴ്ച മനോഭാവത്തിൽ നിന്നും അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ സഹാബികൾക്കിടയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കൃത്യമായി പ്രഖ്യാപിച്ചപ്പോൾ ഒരു സഹാബിയും അതിനെ എന്ത് ചെയ്തിട്ടില്ല, എതിര് പറഞ്ഞിട്ടില്ല. അത് എല്ലാവർക്കും ആ വിഷയത്തിൽ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ്. ഇല്ല റവാഫിദ്, ഷിയാക്കളിലെ റാഫിള കക്ഷിക്കൊഴിക. ഇന്നും ഇറാനിലുള്ള ഇത്നാഅശരിയാക്കൾ അവർ റാഫിളകളാണ്, ആ വിഭാഗം. അതേ അവസരത്തിൽ അവരിലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിതവാദികളാണ് സൈദിയ വിഭാഗം, ഷിയാക്കളാണ് സൈദിയ വിഭാഗം. അവര് ഇതിനെ എന്ത് ചെയ്യുന്നില്ല, അഹ്ലുസുന്നയെ പോലെ തന്നെ അവരും ഇത് നിഷിദ്ധമായിട്ടാണ് പറയുന്നത്. അതേ അവസരത്തിൽ ഖുമൈനിയുടെയും അദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് ഇന്നും ഇറാനിൽ ഭരണം നടത്തുന്ന ആളുകൾ അവരിത് അനുവദനീയമാണ് എന്ന് പറയുന്നവരും അതിന്റെ പ്രത്യേകമായ നിയമങ്ങളും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓഫീസുകളും അതിൻ്റെതായ ബ്യൂറോകളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യവുമാണത്. അത് ഇസ്ലാമികമായി സുഹൃത്തുക്കളെ അനുവദിക്കപ്പെട്ട വിവാഹ രീതിയല്ല എന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, ഇസ്ലാം നിരോധിച്ച വേറെ വിവാഹം എന്താണ്? വലാ തൻകിഹുൽ മുശ്രികാതി ഹത്താ യുഅ്മിന്നാ വലഅമത്തുൻ മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രികത്തിൻ വലൗ അഅജബതുകും വലാ തുൻകിഹുൽ മുശ്രികീന ഹത്താ യുഅ്മിനൂ വലഅബ്ദുൻ മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രികിൻ വലൗ അഅജബകും ഉലൈക യദ്ഊന ഇലൻ നാർ വല്ലാഹു യദ്ഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇذനിഹി വയുബയ്യിനു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. സൂറത്തുൽ ബഖറ 221 ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വലാ തൻകിഹുൽ മുശ്രികാതി, നിങ്ങൾ ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകളെ കല്യാണം കഴിക്കരുത്. ബഹുദൈവ വിശ്വാസിനികളായ പെണ്ണുങ്ങളെ, മുശ്രിക്കാത്തുകളായ പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. ഹത്താ യുഅ്മിന്ന, അവർ മുഅ്മിനീങ്ങളാകുന്നത് വരെ, അവർ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. എന്നിട്ട് പറയാണ്, വല അമത്തും മുഅ്മിനത്തുൻ, ഈമാനുള്ള ഒരു അടിമപ്പെണ്ണാണ്, ഖൈറും മിൻ മുശ്രികത്തിൻ, മുശ്രികത്തായ ഒരു പെണ്ണിനേക്കാളും നല്ലത് ഈമാനുള്ള ഒരു അടിമ സ്ത്രീയെയാണ്. ഈമാനുള്ള ഒരു അടിമപ്പെണ്ണിനെയാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ നല്ലത്, മുശ്രികത്തായ പെണ്ണിനേക്കാൾ. വലൗ അഅജബതുകും, അവള് നിങ്ങളെ എത്ര കൗതുകപ്പെടുത്തിയാലും ശരി, അവള് നിങ്ങളെ എത്ര പുതുമപ്പെടുത്തിയാലും ശരി, കല്യാണം കഴിക്കരുത്. അതുപോലെ തന്നെ പറഞ്ഞു, വലാ തുൻകിഹുൽ മുശ്രികീന, മുശ്രിക്കീങ്ങൾക്ക് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യരുത് നിങ്ങളുടെ പെൺകുട്ടികളെ. ഹത്താ യുഅ്മിനൂ, അവര് വിശ്വാസികളാകുന്നത് വരെ. എവിടെയും പറഞ്ഞു, വലഅബ്ദുൻ മുഅ്മിനുൻ, ഒരു മുഅ്മിനായ അടിമയാണ്, ഖൈറും മിൻ മുശ്രിക്കിൻ, ഒരു മുശ്രിക്കായ സ്വതന്ത്രനേക്കാളും നല്ലത്. വലൗ അഅജബകും, അവൻ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി. ആണിനെ പറ്റി പറഞ്ഞപ്പോഴും പെണ്ണിനെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു, അയാൾ എത്ര ഉഷാറാണ് നിങ്ങൾക്ക് തോന്നിയാലും. കാരണം എന്താ? ആശ്ചര്യപ്പെടുത്താതെ പറഞ്ഞ നല്ല സൗന്ദര്യമുണ്ട്, നല്ല സമ്പത്തുണ്ട്, ആഭിജാത്യമുണ്ട്, ആകർഷകമായ പെരുമാറ്റാണ്, നല്ല പെരുമാറ്റാണ്, നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എന്താ? പക്ഷേ മുശ്രിക്കത്താണ് അല്ലെങ്കിൽ മുശ്രിക്കാണ്. അതിനേക്കാണൊക്കെ നിങ്ങൾക്ക് നല്ലത് അവരിൽപ്പെട്ട ഒരു സ്ത്രീയെ പുരുഷനെ നിങ്ങൾ എത്ര തന്നെ ആകർഷിച്ചാലും അവരുമായിട്ട് വിവാഹബന്ധം നടത്തിക്കൂടാ. ആ വകുപ്പിലാണ് സുഹൃത്തുക്കളെ പെടുന്നത് നിരീശ്വരവാദികൾ. നിരീശ്വരവാദികള്, മതനിഷേധികള്, യുക്തിവാദികള്, കമ്മ്യൂണിസവും മാർക്സവും അവരുടെ കൃത്യമായ അജണ്ടയായി അതിന്റെ തത്വപ്രകാരം ജീവിക്കുന്ന ആളുകളും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം അവർ കാഫിറുകളാണ്, മുസ്ലിം പേരുണ്ടായിട്ടൊന്നും കാര്യമില്ല. കമ്മ്യൂണിസം, മാർക്സം അതിൻ്റെതായ തത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ. നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസം മാർക്സിസം ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അവർ കോൺഗ്രസ് ആയ മാതിരി ചിലപ്പോൾ ഒരു മാർക്സിസ്റ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുണ്ടാവും, തത്വമൊന്നും അംഗീകരിക്കുന്നുണ്ടാവില്ല. അതേ അവസരത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്താണ്? മാർക്സം എന്താ പഠിപ്പിക്കുന്നത്? മതം മനുഷ്യരെ മയക്കുന്ന കറുപ്പാണ്, ദൈവമല്ല, അള്ളല്ല, ദീനില്ല, അങ്ങനത്തെ ഒന്നുമില്ല, അതൊക്കെ വെറുതെയാണ്, സ്വർഗല്ല, നരകല്ല. അങ്ങനെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനമാണ് മാർക്സം. കമ്മ്യൂണിസം അതാണ്.
അത് ശരിക്ക് ജീവിതത്തിൽ കൃത്യമായി പാലിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു മാർക്സിസ്റ്റുകാരൻ, അയാൾക്ക് മുസ്ലിം പേരുണ്ടായതുകൊണ്ട് അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റൂല. ഒരു യുക്തിവാദി, ഒരു മത നിർമ്മതവാദി കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റൂല, കാഫിറാണ്. അവരൊക്കെ ഈ ആയത്തിന്റെ പരിധിയിലാണ് വരുന്നത്. അങ്ങോട്ടും കൊടുക്കാൻ പാടില്ല, ഇങ്ങോട്ടും കൊടുക്കാൻ പാടില്ല. എന്നാൽ ഇസ്ലാം എന്ത് ചെയ്യുന്നു? ചില ഉപാധികൾക്ക് വിധേയമായി കൊണ്ട് ഒരു വൺ വേ വിവാഹം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഉപാധികൾക്ക് വിധേയമായിക്കൊണ്ട് ഈ പറയുന്ന ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കത്തായ ആളുകളിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദക്കാരികളായ സ്ത്രീകളെ ഒരു മുസ്ലിമിന് ഇങ്ങോട്ട് വിവാഹം കഴിക്കാം, അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ചില ഉപാധികൾക്ക് വിധേയമായിക്കൊണ്ട്. അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂല. ഒരു മുസ്ലിം പെൺകുട്ടിയെ ക്രിസ്ത്യാനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റൂല. അതേ അവസരത്തിൽ ഒരു മുസ്ലിമിന് ചില പ്രത്യേക ഉപാധികളോടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ ഇങ്ങോട്ട് കല്യാണം കഴിക്കാം. അത് ഇസ്ലാം അനുവദിച്ചൊരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, സൂറത്തുൽ മാഇദ 6-ാമത്തെ ആയത്തിലൂടെ വൽ മുഹ്സനാതു മിനൽ മുഅ്മിനാത്തി, നമുക്ക് കല്യാണം കഴിക്കാവുന്ന ആളുകളെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, സത്യവിശ്വാസിനികളായ ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. അത് പറഞ്ഞതിന്റെ ശേഷം പറയുന്ന വാചകമാണ് വൽ മുഹ്സനാതു, ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന പെണ്ണുങ്ങളെയും നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. ആരില്ലെന്ന്? മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട വേദക്കാരില്ലെന്ന്. നമുക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ യഹൂദികൾ, നസറാനികൾ. അവരിൽ നിന്നുള്ള ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാം. ഇദാ ആതൈതുമൂഹുന്ന, നിങ്ങളവർക്ക് നൽകിയാൽ, ഉജൂറഹുന്ന, അവർക്കുള്ള മഹർ നിങ്ങൾ നൽകിയാൽ, അത് തന്നെ കല്യാണം കഴിക്കുന്ന നിങ്ങൾക്ക് ചില ക്വാളിഫിക്കേഷൻ വേണം. അതെന്താണ്? മുഹ്സിനീൻ, വളരെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്ന ആണുങ്ങളാവണം. ഗൈറ മുസാഫിഹീന, വ്യഭിചാരത്തിന് പോകുന്ന ആണുങ്ങളാവരുത്. വലാ മുത്തഖിദീ അഖ്ദാൻ, കാമുകിമാരെ സ്വീകരിച്ച് നടക്കുന്ന ഭർത്താക്കന്മാരുമാകരുത്. അങ്ങനെ തോൽക്കി സ്വഭാവം ഉണ്ടാവും. ഏത് പെണ്ണിനെ കെട്ടിയ അച്ചായത്തിനെ കാണുമ്പോ, മറ്റുള്ള കാണുമ്പോ, അവളെ കാണുമ്പോ ഒക്കെ അങ്ങനെ കല്യാണം കഴിക്കുക, അതൊന്നും പറ്റൂല. ഇസ്ലാം ഇതിനെ നിശ്ചയിച്ച ഈ പരിധിങ്ങനെ വലുതാക്കിയിട്ട് ആ കല്യാണം അങ്ങനെ നടത്താൻ ഇസ്ലാം അനുവാദം കൊടുത്തിട്ടില്ല. അവിടെയൊക്കെ കണ്ടോ ഒരുപാട് പരിധികളാ പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അത് പറഞ്ഞിട്ട് അവസാനം അല്ലാഹു ആയത്ത് അവസാനിപ്പിച്ചതെന്താ? വമൻ യക്ഫുറു ബിൽ ഈമാനി, ആരെങ്കിലും ഈമാനിന് പകരം കുഫർ തെരഞ്ഞെടുത്താൽ, ആരെങ്കിലും ഈമാൻ ഉള്ളതിന്റെ ശേഷം കാഫിറായി പോയാൽ, ഫഖദ് ഹബിത അമലുഹു, അവന്റെ അമൽ മുഴുവൻ പൊളിഞ്ഞുപോയി. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് അമ്പേ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ. അപ്പൊ ഇസ്ലാം ഇവിടെ പറയുന്നതെന്താ? നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭർത്താവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ ജീവിക്കുന്നവളാണല്ലോ ഒരു ഭാര്യ. മുസ്ലിമായ ഭർത്താവിന് ജനിക്കുന്ന കുട്ടി നിയമപരമായി മുസ്ലിമായിരിക്കുകയും ചെയ്യും. ഒരു ക്രിസ്ത്യാനിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിബന്ധനകൾക്ക് വിധേയമായി ഒരു മുസ്ലിം കല്യാണം കഴിച്ചാൽ ഇങ്ങോട്ടേ എടുക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞത് വൺ വേ ആണ്. കാരണം എന്താണ്? ഇസ്ലാമികമായി അധികാരം ഒരു മുസ്ലിമിന്റെ കയ്യിലാവുള്ളത്. അതിൽ ജനിക്കുന്ന കുട്ടി ക്രിസ്ത്യാനിയല്ല, ആരാണ്? മുസ്ലിമാണ്. മുസ്ലിമായിട്ടാണ് ഈ കുട്ടി വളരേണ്ടത്. ചാരിത്രശുദ്ധകളായ സ്ത്രീകളായിരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ദുർനടപടികളിലൊന്നും അകപ്പെടാതെ ചാരിത്രം സൂക്ഷിച്ചു പോരുന്ന സ്ത്രീകളെ മാത്രമേ പറ്റുകയുള്ളൂ. അത് ഈ മുസ്ലിമീങ്ങളാണെങ്കിലും മുഅ്മിനീങ്ങളാണെങ്കിലും അത് തന്നെയാണല്ലോ അഭികാമ്യം. വിഭജിക്കുന്നൊരു പെണ്ണ് ഒരു പുരുഷന് യോജിക്കൂലല്ലോ, അത് അനഭിലഷണീയമാണല്ലോ. അപ്പൊ ഇസ്ലാം ഇതിലൊക്കെ വളരെ കൃത്യമായി തന്നെ നിയമങ്ങൾ പറയുകയാണ്. മാത്രല്ല ചില പണ്ഡിതന്മാര് പറഞ്ഞത് മുസ്ലിമീങ്ങളുടെ ഭരണത്തിന് കീഴിൽ ഒതുങ്ങിക്കഴിയുന്ന വേദക്കാരിൽ നിന്നുള്ള സ്ത്രീകളെ മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതായത് ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ക്രിസ്ത്യാനികളായി കഴിയുന്ന അത്തരത്തിലുള്ളവരിൽ നിന്ന് വിവാഹം കഴിക്കാം, അവരെ മാത്രമേ പറ്റുള്ളൂ. എന്നാൽ മുസ്ലിമീങ്ങളുമായി സമരത്തിലും ശത്രുതയിലും അഥവാ ഹർബിയായ കാഫിറുകൾ, മുസ്ലിമീങ്ങളോട് വളരെ ശക്തമായി സമരത്തിലും, ഇസ്രായേലിനെയൊക്കെ പോലെയുള്ള ശക്തമായി ഇസ്രായേലിലെ ഓരോ പെണ്ണും അവിടുത്തെ പട്ടാള മെമ്പറാ. മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങി തീരുമാനമെടുത്തിട്ടുള്ള ഓരോ മെമ്പറും, ഇസ്രായേലിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ആരാണ്? പട്ടാളക്കാരാണ്. എന്ത്? ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്ന. ആ നിലക്ക് അവരിൽ നിന്നൊന്നും പറ്റൂല. അതേ അവസരത്തിൽ ഇസ്ലാമികമായി ശത്രുതയില്ലാത്ത,
ഇസ്ലാമികമായൊരു ഗവൺമെന്റിന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകളെ ആണെങ്കിൽ മാത്രം ആവാം എന്നൊക്കെ പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായിരുന്നാലും ഈ ഉപാധികൾക്ക് വിധേയമായി കൊണ്ട് ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ക്രിസ്ത്യാനികളെയോ യഹൂദികളെയോ വേദക്കാരികളായ സ്ത്രീകളെ ഇങ്ങോട്ട് വിവാഹം കഴിക്കാം. അത് തന്നെ സ്വാഭാവികം ആണ്, നിരുപാധികം അല്ല. അതിന്റെ നിയമങ്ങൾ പാലിക്കണം. പണ്ഡിതന്മാര് വളരെ കൃത്യമായി ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ഇളവ് കൊടുത്തത്? എന്തു തന്നെ മാറ്റത്തിരുത്തലുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ വരുത്തിയിട്ടുണ്ടെങ്കിലും ദൈവീകമായ ഒരു വേദഗ്രന്ഥത്തിന്റെയും ഒരു പ്രവാചകന്റെയും അനുയായികളായിട്ടാണല്ലോ അവരറിയപ്പെടുന്നത്. ഒരുപാട് മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ടെങ്കിലും ദൈവീകമായൊരു വേദഗ്രന്ഥം കിട്ടിയ ആളുകളാണ് അവര്. ഒരു റസൂലിലും വിശ്വസിക്കുന്ന ആളുകളാണ് അവര്. അതുകൊണ്ടുള്ളൊരു ഇളവ് മാത്രമാണ് അവരിൽ നിന്ന് ഇങ്ങോട്ടെടുക്കുക എന്നുള്ളത്. മാത്രമല്ല, വേദക്കാരായ ആളുകളെ ചില ഘട്ടങ്ങളിൽ ഇസ്ലാമിലേക്ക് ആകർഷിക്കാനുള്ള ഒരു മാർഗവുമാണത് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു കാണാം. എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ മിശ്രവിവാഹ ദൗത്യം ആളുകൾ ഏറ്റെടുക്കാറുണ്ട്. ചിലരൊക്കെ പറയും, ആരെ കല്യാണം കഴിച്ചാൽ ഹിന്ദു മുസ്ലിമോ ക്രിസ്ത്യാനോ ഒന്നും നോക്കേണ്ടതല്ല, മിശ്രവിവാഹം എന്നാ അതിന് പറയാം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മകൻ കല്യാണം കഴിച്ച ക്രിസ്ത്യാനിനെ, വേറൊരു മകൻ കല്യാണം കഴിച്ച ഹിന്ദുവിനെ, വേറെ കല്യാണം കഴിച്ച ബുദ്ധിസ്റ്റിനെ, വേറെ കല്യാണം കഴിച്ച വേറെ, ഇങ്ങനെ ഒന്നുമില്ലാത്ത ആളെ. ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകൾ ദീന് നിലനിർത്താനല്ല ശ്രമിക്കുന്നത്. അവര് വാസ്തവത്തിൽ മതത്തിന്റെ ജീവൻ തന്നെ എടുത്തു കളയാനും മതവിശ്വാസം തകർക്കാനുമാണ് അവര് മിശ്രവിവാഹം ഏർപ്പെടുത്തിയത്. ഇസ്ലാം ഏർപ്പെടുത്തിയതോ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും ഇസ്ലാമിക ദഅവത്ത് നടത്താനും ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് കൂടുതൽ അതിനെ സംബന്ധിച്ചുള്ള ശ്രദ്ധയുണ്ടാകുവാനും. അതുകൊണ്ടാണല്ലോ ആ വിഷയം പറഞ്ഞപ്പോ എന്താ അവസാനിപ്പിച്ചത്? ആരെങ്കിലും ഈമാനിന് പകരം കുഫ്ർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവന്റെ അമല് പൊളിഞ്ഞുപോയി. കാരണം ഇങ്ങനെ വരുത്തിയ കല്യാണം കഴിച്ചിട്ട് അത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം പണ്ഡിതന്മാര് വളരെ കൃത്യമായി പറഞ്ഞുവെന്ന്, അത്തരത്തിലുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാതിരിക്കലാ നല്ലത്, ഏറ്റവും നല്ലതാണ്. ഇസ്ലാം അങ്ങനെ ഇളവ് നൽകിയിട്ടുണ്ടെങ്കിലും അങ്ങനെ അത്തരത്തിലുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാതിരിക്കലാ നല്ലത്. ഒന്ന്, മുസ്ലിം പെണ്ണുങ്ങൾ ഇവിടെ ലോകത്ത് ബാക്കിയാവൂലേ? ഒരു മുസ്ലിം പെൺകുട്ടിക്ക് പുതിയാപ്പള നഷ്ടപ്പെടല്ലേ? ഇങ്ങനെ അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കലാണ് നല്ലത്. മാത്രല്ല, അത്തരത്തിലുള്ള വേദക്കാരികളെ കല്യാണം കഴിക്കുന്നതിൽ വേറെയും ഈ കാലഘട്ടത്തിൽ പല അപകടങ്ങളും ഉണ്ട്. കാരണം അവർക്ക് അവരുടെ വേദത്തെക്കുറിച്ച് ഒരു വിവരം ഉണ്ടാവില്ല. ഒരു വേദക്കാരിന്ന് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. തൗറാത്ത് വരെ വായിച്ചിട്ടില്ല, ഇഞ്ചീലിനെ പറ്റി അറിയില്ല, പ്രവാചകന്മാരെ കുറിച്ച് അറിയില്ല, അവരുടെ വിശ്വാസം പോലും അറിയില്ല. പേരിൽ മാത്രം ക്രിസ്ത്യാനിയായിരിക്കും, അല്ലെങ്കിൽ പേരിൽ മാത്രം യഹൂദിയായിരിക്കും, വേറെ ഒന്നും അവർക്കറിയില്ല. മാത്രല്ല, ഈ കാലഘട്ടത്തിൽ മതത്തെ സംബന്ധിച്ചും ഇസ്ലാമിന്റെ നിയമങ്ങളെ സംബന്ധിച്ചൊന്നും ബോധമില്ലാത്തവന്റെ മുമ്പിലേക്ക് ഇതാണ് തുറന്നു കൊടുത്താൽ ഇവൻ ഇങ്ങനെ പിന്നാലെ അടക്കാൻ തുടങ്ങും. എന്നിട്ടാ അങ്ങനെ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ അനുവദനീയാണ് എന്ന് പറഞ്ഞ് അവസാനം എന്താകും? ഇവൻ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് അങ്ങോട്ട് നീങ്ങിയിട്ട് കുറെ കാലം കഴിയുമ്പോ ഇവൻ പിന്നെ അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. കുട്ടികളെ അവൾ വളർത്തി ക്രിസ്ത്യാനിയാക്കി, ഇവനെ അവിടെ കൊണ്ടുപോയി അവളുടേതായ പ്രലോഭനങ്ങളിൽ ഇവൻ പോയി വീണ് എല്ലാത്തിനും അവളെ ഇവൻ അനുസരിച്ച് അവസാനം അവന്റെ ദീനിൽ നിന്നവൻ രാജിവെച്ച് അള്ളാഹു അവസാനം പറഞ്ഞിടത്തേക്ക് വമൻ യക്ഫുർ ബിൽ ഈമാൻ, ആരെങ്കിലും ഈമാനിന്റെ പകരം കുഫ്ർ തെരഞ്ഞെടുത്ത് കാഫറായി പോയാൽ അത് സംഭവിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മേഖലയാണിത്. അവന്റെ അമല് മുഴുവൻ പൊളിഞ്ഞുപോയി. മുസ്ലിമായി അവൻ പ്രവർത്തിച്ച എല്ലാ പ്രവൃത്തിയും അതോടെ പൊളിഞ്ഞുപോയി. അതോടുകൂടെ അവന്റെ എല്ലാം പോയി. ഫഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ ആഖിറത്തിൽ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകി. എന്തിനാണ് ആ മുന്നറിയിപ്പ് നൽകിയത്? ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വളരെ കൃത്യമായ നിയമങ്ങൾ പാലിക്കുന്നവർക്കേ അത് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നിർബാധം എല്ലാവർക്കും തുറന്നു കൊടുക്കാവുന്ന ഒരു മേഖലയല്ല ഇത്. എന്നാൽ ഇസ്ലാം അങ്ങനെ ഒരു പഴുത് വേണ്ട ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ അനുവാദം നൽകിയിട്ടുമുണ്ട്. അതല്ലാത്ത നിലക്കുള്ളത് പറ്റില്ല എന്നുകൂടി നമ്മൾ ഈ വിഷയത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് മനസ്സിലാക്കുവാൻ നമ്മൾ ആവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അത് വിശദീകരിച്ചത്. സഹോദരങ്ങളെ, ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഏതൊക്കെ വിവാഹങ്ങൾ പാടില്ല എന്നതാണ് ഇപ്പൊ ഇതുവരെ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമ്മുടെ വിവാഹം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലേക്കാണ് നമുക്ക് വിഷയങ്ങളെ കൊണ്ടുപോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇസ്ലാമികമായ നിയമങ്ങൾ, ആ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും ആ നിയമങ്ങളുടെ പ്രചാരകരാകുവാനും തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ മാത്രം
അതിനെ സംബന്ധിച്ച് അവബോധമുള്ള ആളുകളായും നമ്മൾ മാറണം. ഓരോ നിയമങ്ങളും നമ്മൾ പഠിക്കുന്നത് എന്താണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് നമ്മൾ അറിയണം. മുസ്ലിം ചെറുപ്പക്കാർ പ്രത്യേകിച്ചും വളർന്നു വരുന്ന തലമുറ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ എന്താണെന്ന് അറിയാതെയാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് എന്താണ് നമുക്ക് നമ്മുടെ ശരീഅത്ത് അനുവദിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് മുസ്ലിമീങ്ങൾ അറിഞ്ഞിരിക്കണം. അതറിയാത്തവരാണ് 90% മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരും. അതുകൊണ്ടാണ് ഇസ്ലാം വിമർശകരുടെ മുമ്പിൽ പലപ്പോഴും നാവടക്കി തല താഴ്ത്തി ഭീരുക്കളായി തിരിച്ചു പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് എന്താണ് ഉള്ളത് കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുകയും ആ രംഗത്ത് കടന്നുകൂടിയിട്ടുള്ള ദുരാചാരങ്ങളെയും ഇസ്ലാം അംഗീകരിക്കാത്ത മാർഗങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ളൊരു വകതിരിവ് പ്രിയമുള്ളവരെ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ആവർത്തിച്ച് വീണ്ടും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നമ്മളിത് പഠിക്കണം. ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്നങ്ങ് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ആവർത്തിച്ച് വീണ്ടും നിങ്ങൾക്കിതൊക്കെ വീണ്ടും കേൾക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിൽ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നെറ്റിലൂടെയും നമ്മുടെ പണ്ഡിതന്മാരുടെ അറബ് ലോകത്തറിയപ്പെടുന്ന നല്ല തലമുതിർന്ന പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിലുള്ള വിവരണങ്ങളും ഫത്വകളുമൊക്കെ നിങ്ങൾക്ക് ആശ്രയിക്കാം. ഞാനിത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഇവിടെ നിന്ന് കേൾക്കുന്ന വിഷയങ്ങളുടെ പൂർത്തീകരണത്തിനും അതിന്റെ തുടർ പഠനത്തിനൊക്കെ വേണ്ടി നിങ്ങൾ അന്വേഷിക്കണം. ഒഴിവ് കിട്ടുന്ന വേളകളിൽ നെറ്റിൽ നമ്മൾ സമയം കളയുന്നത് ഉപകാരപ്രദമായ അറിവുകൾ നേടിയെടുക്കാനായിരിക്കണം, അല്ലാത്ത കാര്യങ്ങൾക്കും വിനോദങ്ങൾക്കും വേണ്ടി ആയിരിക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ പ്രചാരകരാകുവാനും നേരനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹുവിന്റെ രക്ഷയും കാവലും നമുക്കുണ്ടായി തീരുമാറാകട്ടെ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.